വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ പോയിട്ടുള്ള യാത്രയിൽ ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ പോയിട്ട് ഓലയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അവിടെ നല്ല മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു. മസാല ദോശ എന്ന് വെച്ചാൽ ബീഫിൻ്റെ കേട്ടോ, നോൺ വെജ് മസാല ദോശയൊക്കെ. അപ്പോൾ നമ്മൾ കഴിച്ച കുറച്ച് ഫുഡ് സ്പോട്ടുകളും അതുപോലെ ചെറിയൊരു ഷോപ്പിങ്ങും അതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ആമയ്ക്ക് മസാല ദോശ ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓൺലൈനിൽ തന്നെ വരാൻ വന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അവിടെ എത്തിയ സമയത്ത് അവിടെയും മസാല ദോശ ഉണ്ടായിരുന്നു. അപ്പം ആമ എന്ത് ചെയ്തു, നോർമൽ മസാല ദോശ പറഞ്ഞു. ഞാനൊരു ബീഫിൻ്റെ ഒരു നോൺ വെജ് മസാല ദോശ കേട്ടോ പറഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുക അറിയില്ല, പക്ഷെ ബീഫൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് അങ്ങനെ അവരുടെ അതിൻ്റെ ഒരു മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷേ അടിപൊളിയായിരുന്നു. നാസിയും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ ഓൺലൈനിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ബീഫ് മസാല ദോശ പറഞ്ഞു നോക്കണം. തൃശ്ശൂരാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത്. നാസി പറഞ്ഞിട്ടുള്ളത് പുട്ടും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അത് നല്ല അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ പഴമൊക്കെ ഇങ്ങനെ ഒരു സ്റ്റീം ചെയ്തിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാപ്പുവിന് ഒരു പ്ലെയിൻ മസാല ദോശ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. മസാല ദോശയല്ല, നെയ് റോസ്റ്റ് കേട്ടോ, അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. രാവിലത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ ഇത് നമ്മൾ ലുലുവിൽ പോയിട്ട് കഴിച്ച കേട്ടോ. അപ്പം കുട്ടികൾക്ക് എപ്പോഴും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ ബ്രോസ്റ്റ് ഐറ്റംസൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ KFCയിൽ കയറിയിട്ട് അവർക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി രണ്ടുപേർക്കും. നെക്സ്റ്റ് നമ്മൾ പോയിട്ടുള്ളത് പാപ്പുവിന് കുറച്ച് ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട് പാപ്പുവിന് ഡ്രസ്സുകളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കാറെന്ന് കേട്ടോ. ഇൻസ്റ്റയിൽ നിന്ന് നമ്മളോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫിക്സഡ് പ്ലേസ് ശരിക്കുമില്ല, പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ മിക്കപ്പോഴും നാസി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പറയുന്നത് എറണാകുളത്ത് തന്നെ ബോഹോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ ടോയ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ക്ലോത്താണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പാപ്പുവിന് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല ഡ്രസ്സുകൾ കിട്ടും. കുറച്ചധികം ചില ഡ്രസ്സുകൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും ഒരുവിധം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ ബോഹോ ബേബിന്ന് ഒരു പാപ്പുക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. മഴയായപ്പോഴേക്കും ചെറിയൊരു മഴ വരും. നമ്മൾ ഇനി എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യണം കേട്ടോ. ഞാനൊരു ബട്ടർ ചിക്കനും അതേപോലെ ഒരു പ്ലെയിൻ റൈസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആമയും അമ്മയും റോൾ, ഒരു ചിക്കൻ റോൾ പറഞ്ഞു. പാപ്പു കഴിച്ചിട്ട് വന്നേ കേട്ടോ. പാപ്പു മാത്രം KFC കഴിച്ചു. ഇപ്പം വരയ്ക്കുകയാണ് അല്ലേ പാപ്പു? അതൊന്നും എടുക്കാൻ പറ്റൂലേ? കോഫി കുടിക്കാനൊക്കെ. അയ്യോ. അപ്പം നമ്മൾ നല്ലൊരു ബട്ടർ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ റൈസ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ ലഞ്ച്. പിന്നെ നാസി ആമയും പറഞ്ഞിട്ടുള്ളത്. അപ്പം നാസി ആമ ഇതാ അൽത്താസയിൽ നിന്ന് നല്ല ജംബോ റോൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അവരതാണ് കഴിക്കാൻ പോകട്ടെ. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം നല്ല അടിപൊളി പ്ലെയിൻ റൈസും ബട്ടർ ചിക്കനും കഴിക്കാൻ വേണ്ടി പോകട്ടോ. ഓഫീസിൽ പോകുമ്പോ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് H&Mന്റെ നല്ല അതിൻ്റെ ഇതിനാണ് നല്ല ഭംഗിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് മാലയാണോ? മുന്തിരിക്കൊല്ലം ഇവിടെ നല്ല ഭംഗിയുള്ളതാണ് എടുക്കുന്നത്. കണ്ടോ ഇതൊക്കെ ഒന്നിന്റെ കമ്മല്. ഓ ഭയങ്കര രസമുണ്ട്. സോ ബ്യൂട്ടിഫുൾ. ലൈക്ക്
ഒതന്റിക് ഏരിയയിൽ വന്നവർ വളയല്ലത് ഇനി അത് എടുക്കരുത് I am rich, so I can put channel. അതുപോലെ എറണാകുളത്ത് പോയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ പഞ്ചാബി ധാബ. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ലസ്സി കിട്ടും. ലസ്സിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ പോയാലും ലസ്സി കഴിക്കാറുണ്ട്. ആമിയും നാസിയൊക്കെ ഇതിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഞാൻ അങ്ങനെ കഴിക്കില്ലായിരുന്നു. ഇപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ബട്ടർ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ തന്നെ വേറൊരു ഐറ്റം കേട്ടോ. അവിടുത്തെ ബട്ടർ ചിക്കനും ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വീണ്ടും പ്ലെയിൻ റൈസും ബട്ടർ ചിക്കനൊക്കെ പറഞ്ഞു. പിന്നെ ഇത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫുഡ് സ്പോട്ടാണ്. അടുത്ത് നമ്മൾ പോയിട്ടുള്ളത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പാരഗണിലാണ് പോയിട്ടുള്ളത്. പാരഗണിലെ ലഞ്ച് പിന്നെ പറയേണ്ട കാര്യമില്ല, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോരോ ഇഷ്ട ഐറ്റംസൊക്കെ ആയിരുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ നാസിക്ക് വേണ്ടിയിട്ട് നാസി ഗീ റൈസും ബീഫ് കറിയും പറഞ്ഞു. അതൊരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ് ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് മീൽസ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈ പറഞ്ഞു. പിന്നെ ഇതുണ്ടോ ഇത്രയും കറികൾ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും സൈഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഇത് കാണുമ്പോൾ ഇപ്പോൾ കിട്ടിയാൽ കഴിക്കാമെന്നുണ്ട് കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന്. ഇതിൻ്റെ കൂടെ മോര് കറി, കുറേ ഓലൻ, അത് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്കൊന്നും വേണ്ടാന്ന് വെക്കാൻ തോന്നില്ല, അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനത്തെ മീൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പാരഗൺ നല്ലൊരു ഓപ്ഷനാണ്. എല്ലാവരും പോയി കഴിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ പോയത് പലാരത്തിലാണ് കേട്ടോ. ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഇവിടെയും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പോണ വഴിയിലൊക്കെ കുറേ ആർട്ട് വർക്കൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഡിന്നർ കഴിച്ചിട്ടാണ് കേട്ടോ. ഇതെന്താ അറിയോ, ഇത് മറ്റേ എന്താണ് ഇത് പൈപ്പാണ്. എന്താ അറിയോ, പാപ്പു എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള? പാപ്പു പത്തിരി, ആമി എന്താ പറഞ്ഞ ഫുഡ്? കുഞ്ഞിപ്പത്തിരി. ഓക്കെ, അപ്പോൾ നമ്മൾ പലാരത്തിൽ വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. സൂപ്പർ പത്തിരി ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആമീൻ്റെ സർബത്തും. അങ്ങനെ നല്ല അടിപൊളി കുഞ്ഞിപ്പത്തിലും അതുപോലെ ബീഫും പത്തിരിയൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇതും മോശമായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതുവരെ കഴിച്ച എല്ലാ ഫുഡുകളും നല്ല തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഒരു എറണാകുളം വ്ളോഗിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കുറച്ച് ഫുഡ് ഏരിയകളും അതുപോലെ ചെറിയ കുറച്ച് ഷോപ്പിങ്സൊക്കെ കേട്ടോ. ബാക്കിയുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അല്ലാതെ തന്നെ ഉണ്ട് കേട്ടോ. പാപ്പുവിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്തുള്ളായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ അന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.